വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകളായി പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് ഓവുലേഷൻ സമയത്തും ഇംപ്ലാന്റേഷൻ സമയത്തും കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിലെ ടിപ്സ്. നേരെ മറിച്ച് ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതോടൊപ്പം ലൈഫ് സ്റ്റൈൽ ഇതുപോലുള്ള ചേഞ്ചസും കൂടി കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. ഡെയിലി നമ്മുടെ ചാനലിൽ ലൈവ് ഉണ്ട്. ലൈവിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഞാനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും കമന്റ്സ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈവിൽ ടൈം ഓൾറെഡി ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ മെൻഷൻ ചെയ്തിരിക്കും. ആ സമയത്ത് ലൈവ് കയറി കഴിഞ്ഞ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ഷൻ നടക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന പാർട്ട്നേഴ്സ് മസ്റ്റായിട്ട് കഴിക്കേണ്ട ഒരു നട്ടിനെ പറ്റിയിട്ടാണ്, ഒരു നട്ട്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, സാധാരണയായിട്ട് ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട് പ്രഗ്നൻ്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ത്രീകളും അതുപോലെ തന്നെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന പുരുഷന്മാരും നട്ട്സ് കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറയാറുണ്ട്. ഈ നട്ട്സിൽ നമുക്ക് ഒരുപാട് നട്ട്സ് ഉണ്ട്. ബദാം ഉണ്ട്, കാഷ്യൂ ഉണ്ട്, പിസ്ത ഉണ്ട്, വാൾനട്ട് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് നട്ട്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നതും വാൾനട്ടിനെ പറ്റിയിട്ടാണ്. ഈ വാൾനട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടും ഉണ്ടാകും. വാൾനട്ട് എന്ന് പറയുന്നത് നമുക്ക് നട്ട്സിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ വാൾനട്ട് എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ നട്ട്സൊക്കെ നിൽക്കുന്ന ഷോപ്പിൽ നിന്ന് നമുക്കിത് കൂടുതലായിട്ട് കിട്ടും. സാധാരണ കടകളിൽ ചിലപ്പോൾ അവൈലബിൾ ആവണമെന്നില്ല. എന്നിരുന്നാൽ കൂടി തന്നെയും ഈ വാൾനട്ടിന് ഒരുപാട് ബെനഫിറ്റുകളുണ്ട്. ഒരുപാട് ബെനഫിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്കും അതുപോലെ തന്നെ പുരുഷനും നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ഒരുപാട് ബെനഫിറ്റുകൾ തരുന്ന ഒന്നാണ് ഈ വാൾനട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വാൾനട്ടിൻ്റെ ബെനഫിറ്റുകളെ പറ്റിയിട്ട് നോക്കാം. ഈ വാൾനട്ട് പുരുഷന്മാരിൽ എങ്ങനെ സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പുരുഷന്മാരിലെ അവരുടെ സ്പേമിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും അതിൻ്റെ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കാനും അതിൻ്റെ മോർഫോളജിക്കും അതുപോലെ തന്നെ പുരുഷന്മാരിൽ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ മൂലവും ഈ സ്പേമിൻ്റെ കൗണ്ട് കുറയാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പുരുഷന്മാരിലെ ആ സ്ട്രെസ്സും അതുപോലെ തന്നെ ആൻസൈറ്റിയും ഒക്കെ കുറച്ച് നോർമൽ ലെവലിലോട്ട് കൊണ്ടുവരാനും ക്വാളിറ്റിയുള്ള സ്പേം സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഇത് സഹായിക്കുന്നു. ക്വാളിറ്റിയും അതുപോലെ തന്നെ മോട്ടിലിറ്റിയും ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ സ്പേം കൂടുതൽ നാൾ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈഡിൽ നിന്ന് ഒരു പാർട്ട് ഈ പുരുഷൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഈ സ്പേമിന് കൂടുതലായിട്ട് കിട്ടുന്നു. അതിന് മോട്ടിലിറ്റി നന്നായിട്ട് കൂടുന്ന ഒരു സമയത്ത് അതിൻ്റെ നമ്മുടെ ശരീരത്തിലുള്ള ലൈഫ് സ്പാൻ കൂടുന്നതിനും ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള ബെനിഫിറ്റുകളാണ് പുരുഷൻ ഈ ഒരു വാൾനട്ട് കഴിക്കുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കൗണ്ട് കുറയുന്നുണ്ടെങ്കിലോ മോട്ടിലിറ്റി കുറയുന്നുണ്ടെങ്കിലോ ഇനി അതൊന്നും കുറയുന്നില്ല, എല്ലാം നോർമൽ ആണെങ്കിലോ ഇത് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ സ്ട്രെസ്സ് കൊണ്ടോ ആൻസൈറ്റി കൊണ്ടോ വർക്ക് സൈറ്റിലുള്ള പ്രഷർ കൊണ്ടോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പ്രഗ്നൻ്റ് ആകുന്നതിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതെല്ലാം ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് ഈ വാൾനട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളിൽ ഓവുലേഷൻ നടക്കുന്നത് സപ്പോർട്ട് ചെയ്യാനും ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ എൻഡോമെട്രിയം തിക്നെസ് ഇംപ്രൂവ് ചെയ്യാനും നമ്മളിൽ ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് കൊണ്ടുവരുന്നതിനും ഒക്കെ ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ട് കഴിക്കുന്ന സ്ത്രീകളിൽ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കുന്നതിനും ഇത് സഹായിക്കുന്നു. നമുക്കറിയാം, ഓവുലേഷൻ നടക്കാനും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഒക്കെ നമ്മുടെ ഓരോ ശരീരഭാഗത്തോട്ടും നമ്മുടെ ഓരോ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടും കൃത്യമായിട്ടുള്ള അളവിൽ ബ്ലഡ് സപ്ലൈയും ഓക്സിജൻ സപ്ലൈയും എത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിൽ ആ ഒരു എഗ്ഗ് പ്രൊഡ്യൂസ് ആകുന്നത് നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ എഗ്ഗ് ഉണ്ട്. പക്ഷേ ഈ ഓരോ എഗ്ഗ് മൂപ്പെത്തുന്നത് നമ്മുടെ ആ പീരിയഡ്സ് കഴിഞ്ഞിട്ട് 3-ാമത്തെ 4-ാമത്തെ ദിവസം മുതലാണ് ഇതിൻ്റെ ആ ഒരു ഗ്രോത്തും പ്രോസസ്സും ഒക്കെ നടന്നു തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൃത്യമായിട്ട് എത്തി ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ ആ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടും നമ്മുടെ ഓവറിയിലോട്ടും ഒക്കെ കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്വാളിറ്റിയുള്ള എഗ്ഗ് പ്രൊഡ്യൂസ് ആകാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രഗ്നൻസി സക്സസ്ഫുൾ ആവാനായിട്ടുള്ള ഫസ്റ്റത്തെ ഒരു പടിയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ആ ഒരു ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്നതിനെയാണ്. ഈ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വന്ന് അറ്റാച്ച് ആവേണ്ടത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിലാണ്. അപ്പോൾ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആവണമെങ്കിൽ യൂട്രസിൽ എൻഡോമെട്രിയത്തിൻ്റെ ലൈനിങ്ങിന് കൃത്യമായിട്ടുള്ളൊരു തിക്നെസ് ഉണ്ടാവണം. ഈ വാൾനട്ട് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് വഴി, കൂടുതലായിട്ടെന്ന് പറയുമ്പോഴേക്കും നോർമലായിട്ട് ഒരു ദിവസം നിങ്ങൾ കൃത്യമായിട്ട് കഴിക്കുന്നത് വഴി നിങ്ങളുടെ എൻഡോമെട്രിയം തിക്നെസ്സും ഗ്രോ ആകുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നന്നായിട്ട് പോകുന്നതിനും കുഞ്ഞ് എംബ്രിയോ അവിടെ ഡെവലപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വേണ്ടിയിട്ടുള്ള ഗ്രോത്തിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒക്കെ ഈ വാൾനട്ട് നിങ്ങളെ സഹായിക്കുന്നു. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ഫൈബർ, മഗ്നീഷ്യം, കോപ്പർ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വാൾനട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വാൾനട്ട് സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും കഴിക്കുന്നത് നല്ലതായിരിക്കും. ദിവസവും
ഒരു 4 എണ്ണമോ അല്ലെങ്കിൽ ഒരു 3 എണ്ണമോ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഇത് കഴിക്കേണ്ടത് നമ്മളെ ഒരു ഒരുപാട് ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ട് ഒരു സ്നാക്കൊക്കെ ആയിട്ട് നമ്മളിത് ആഡ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഒന്ന് TV കാണാനിരിക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ ഭക്ഷണം എന്തെങ്കിലും കഴിക്കുന്നതിന് മുൻപായിട്ട് മോർണിംഗിൽ ഇത് എടുക്കുന്നതായിരിക്കും. ഒരിക്കലും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കരുത്. ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും നട്ട്സ് ആയാലും നമ്മൾ ഒരു ദിവസം 3 or 4 അത്രയും മതി. കൂടുതലായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് ഇതിൽ അടങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് ലൂസ് മോഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഒന്ന് വയറിലൊരു അസ്വസ്ഥത ഉണ്ടാവാനായിട്ടും ചാൻസസ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ വാൾനട്ട് തുടങ്ങിയിട്ടുള്ള നട്ട്സൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് നിൽക്കരുത്. 4 അല്ലെങ്കിൽ 5 അത് നിങ്ങൾ കൂടുതലായിട്ട് അത്രയും മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി. മാക്സിമം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നതിന് മുൻപായിട്ട് ഈ നട്ട്സൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഇതിൻ്റെ ഓരോ ബെനിഫിറ്റുകളും പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് ഇത് സഹായിക്കും. നമ്മൾ അത്രയും നേരം വരെ ഒരു ഫാസ്റ്റിങ്ങിൽ നിന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ഭക്ഷണം എത്തുമ്പോഴേക്കും അതിൻ്റെ ബെനിഫിറ്റുകൾ കൂടുതലായിട്ട് ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഏതെങ്കിലും ഒരു സമയത്ത് ഉച്ച സമയത്ത് എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും TV കാണുന്ന സമയത്തൊക്കെ നമുക്കിത് കഴിക്കാം. ഒരുപാട് നാളായിട്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മോർണിംഗിൽ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഓരോ ദിവസവും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്ത്രീയും പുരുഷനും ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപാട് ബെനിഫിറ്റുകൾ ഇത് തരുന്നുണ്ട്. ഹസ്ബൻഡിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വരുന്നവരൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. ഇനി അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി അല്ല, നിങ്ങൾക്ക് PCOD ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ ഓവുലേഷൻ നന്നായിട്ട് നടക്കുന്നതിനും നിങ്ങളുടെ എഗ് ഗ്രോത്ത് കറക്റ്റായിട്ട് ഉണ്ടാകുന്നതിനും അതുപോലെ നമ്മുടെ എൻഡോമെട്രിയം തിക്നെസ് കറക്റ്റായിട്ട് ഡെവലപ്പ് ആകുന്നതിനും ഒക്കെ ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങളിതൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.